തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPIക്കും CPMനും വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് ഈ തൃശ്ശൂർ. മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരെ എടുത്താൽ തൃശ്ശൂർ കുറച്ച് പേരുള്ള സ്ഥലമാണ്. ഈ യുക്തിവാദികളെ എടുത്താൽ കുറച്ച് പേരുണ്ട്, നിരീശ്വരവാദികൾ കുറച്ച് പേരുണ്ട്, സ്വതന്ത്ര ചിന്താഗതിക്കാർ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഒരു സാംസ്കാരികമായി ഇടതുപക്ഷ മനസ്സുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് LDF തന്നെയാണ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇനി MC വർഗീസ് അപ്പുറത്തോട്ട് ചേരുമോ നമുക്കറിയില്ല. ചേർന്നാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാനങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല. അതിന്റെ അടിയൊഴുക്കൾ എങ്ങോട്ടാണ് പോകുന്നറിയില്ല. തൃശ്ശൂരിൽ അതുപോലെ കോൺഗ്രസിൽ ആരാണ് ഇനി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്നറിയില്ല. MC വർഗീസ് മാറിപ്പോയാൽ CPMന്റെ സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. വനിതയാണ് വരുന്നതെങ്കിൽ ഏത് വനിത ആണെങ്കിൽ ആ കോർപ്പറേഷനിൽ ആരാണ് ഇനി വനിതാ സ്ഥാനാർത്ഥി. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് LDFന് തന്നെയാണ്. തൃശ്ശൂർ നഗരസഭ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ മറ്റു പല നഗരസഭകളിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെത്തലങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ നാളെ മറ്റൊരു വിവരം താഴെത്തലത്തിൽ നിന്ന് എടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റി പറയേണ്ടി വരും. അത് മറ്റൊരു കാര്യം. രാഷ്ട്രീയത്തിൽ അങ്ങനെ എല്ലാണല്ലോ. ഓരോ ദിവസം കഴിയും തോറും, ഓരോ നിമിഷം കഴിയും തോറും പുതിയ പുതിയ സമവാക്യങ്ങളാണ്.